ചേച്ചി എന്റെ യൂണിഫോം എവിടെ? ഓ ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ. ഭരതന്റെ ഷർട്ടിന്റെ കൂടെ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഷർട്ട് ഇസ്തിരി ഇടരുന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്താ കളക്ടർ പണിക്കാ പോണേ? ഏത് പണിയായാലും വൃത്തിയും മെനയും വേണം. വൃത്തിയായിട്ടും സുന്ദരനായിട്ടൊക്കെ നടന്നാലേ ചിലപ്പോ വല്ല സുന്ദരി പെമ്പിള്ളാരും അടിച്ചോണ്ട് പോയാലോ. അന്ന് അവളെയും കൊല്ലും, ഞാനും ചാവും. ഓ ചേച്ചി ആ റിബൺ കെട്ടാതെയാ സ്കൂളിൽ പോണത്. നല്ല കുട്ടി കേട്ടോ. ചേച്ചി ഞങ്ങൾ ഇറങ്ങണേ. ചോറ് എടുക്കാതെയാണോ പോണത്? അതെ, നീ വലിയ കുട്ടിയായി, ഇനി അടുക്കള പണിക്കൊക്കെ കൂടണം. എന്നെ കൊണ്ട് കുട്ടിയെ കൂടുന്നില്ല. ഓ പഠിച്ചിട്ടും തീരാത്ത കുട്ടിയാ അവളെ. നീ അടുക്കള പഠിക്കും ഒന്ന് പോടി. 13 വയസ്സ് തുടങ്ങിയ പണിയത്. ഒരു ദിവസം ഞാൻ മുകളിലോട്ട് പോകും, അപ്പറിയാം നിങ്ങക്ക് എന്റെ വില. പോത്ത് പോലെ ഇരിക്കണം നിനക്കാണോടി ക്ഷീണം? എടി നീ പരാതി പറയാത്ത ഒരു ദിവസങ്ങളുണ്ടോടി? ഇങ്ങനെയാണ് മുടി കെട്ടിവെച്ചിരിക്കുന്നത്. ചേച്ചി ആ ദേഷ്യം എന്റെ തല തീർക്കാതെ. ഞാൻ ഇങ്ങനെ ഒരുങ്ങിയാ മതിയോ? ഈ കാവിമുണ്ടിന് പകരം നല്ലൊരു വെള്ളമുണ്ട് കൊടുത്താ എന്താ കുഴപ്പം? ഉത്തരവ് നാളെ മുതൽ ആയിക്കോളാമേ. മോള് വാ. അമ്മേ അമ്മമ്മേ ടാറ്റാ. നീലക്കുട്ടി അതെ, വൈകിട്ട് വരുമ്പോ ചോന്നുള്ളി സാമ്പാർ പരിപ്പ് കൊണ്ടുവരാൻ മറക്കല്ലേ. പിന്നെ വിളിക്കാതടി, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ? ഇതുപോലൊരു ചെക്കനെ കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറയേ. ഇന്ന് ഇതുവരെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ഇനി മിണ്ടരുത്. മതി മതി. കുട്ടിക്ക് പനന്നൊക്കെ വേണം. ഇന്നത്തെ താമസിച്ചൊന്നും നിരീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ. കൊതിച്ചിക്ക് പനന്നൊക്കെ തിന്നാലും മതിയാവില്ലല്ലേ? ഭരതേട്ടാ, ഇന്ന് ജോലി ജാസ്തിയാ. സൂര്യൻ ഉച്ചയിലായ പനമ്പട്ടയ്ക്ക് തീ പിടിച്ച മാതിരിയാ, തൊട്ടാ പൊള്ളും. ഇമാതിരി വേനൽ ഈ ജമ്മത്ത് കണ്ടിട്ടില്ല. നേരം വെളുക്കുമ്പോ കലത്തിയിട്ട് പുഴുങ്ങിയ മാതിരിയല്ലേ എഴുന്നേക്കുന്നേ. പഠിച്ചു മിടുക്കിയായി ഡാക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ കരുണാകരേട്ടനെ മറക്കരുത് കേട്ടോ. ഞാൻ ഡോക്ടറായ ജീവിതകാലം മുഴുവൻ കരുണാകരേട്ടന് ചികിത്സ ഫ്രീ. നാളെ കാണണ്ടേ? നാളെ പെരിഞ്ചിറക്കി താഴെ ചെത്ത്. അവിടെ കാണാം. നാളെ കാണാം. എന്തു വെപ്രാളാ അത്? ഗുഡ് മോർണിംഗ്. ഞാൻ ഭരതനെ കാണാനിരിക്കുകയായിരുന്നു. അനിയത്തിക്ക് അലസത കൂടിയിട്ടുണ്ട്. കളിതമാശ കുറവൊന്നും അല്ല, പഠനത്തില് നല്ല ഉഴപ്പാ. പഠിക്കാത്തതിന് ചേച്ചി എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ചെറിയ ഉഴപ്പുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവളിലാണ് സ്കൂളിന്റെ ആകെ പ്രതീക്ഷ. ഇവളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിന്റെ ചൂട് പക്ഷെ ഇവക്ക് മാത്രമില്ല. പൊക്കോ പൊക്കോ, നിന്നെ കെട്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവളെ സ്ക്രൂ കയറ്റാനാ ഞാനത് പറഞ്ഞത്. അവള് മിടിക്കുക. അവളെ പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടുക പറഞ്ഞ ഒരു ടീച്ചറുടെ ഭാഗ്യമാണ്. അവളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം. അവളൊരു നല്ല നിലയിലെത്തണം. അവളുടെ ചേച്ചി അതെപ്പോഴും പറയും. അവൾ ഈ സ്കൂളിന്റെ അഭിമാനമോ ഉറപ്പാ. നിങ്ങൾ അവളെ നന്നായി ശ്രദ്ധിച്ചാ മാത്രം മതി. സമയം വൈകി, ഞാൻ കേറട്ടെ. ഓ ആയിക്കോട്ടെ. കൂടുതൽ ആരും ഉണ്ടാക്കാൻ നടക്കണ്ട. ഒന്ന് ബഹളം വെക്കാതെ മിണ്ടാതിരിക്കണോ? നീ നിന്നെ പോലുള്ള നാറികളാണ് ഈ രാജ്യത്തിന്റെ ഭാരം. മനസ്സിലായോ? അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയത്തില് നിനക്കോ എനിക്കോ എന്താ കാര്യം?